ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ബേസിക്കലി കുറച്ച് മിസ്റ്റേക്സ്, അതായത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്സിനെ പറ്റി പറയാനാണ്. ഞാനും ചെയ്തത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള ആസ്പെക്റ്റിലാണ് പറയണം. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് ഫുൾ സെഷനും കൂടിയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ ഓരോന്നായിട്ട്. എന്ന് പറയുന്നത് ഡോണ്ട് കട്ട് ടു സൂൺ അല്ലെങ്കിൽ ഡോണ്ട് കട്ട് ടു ഫാസ്റ്റ് എന്ന രീതിയിലാണ്. കാരണം ജിമ്മിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഇയേഴ്സ് നന്നായിട്ട്, അതായത് ഒരു സർപ്ലസിൽ നിങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്ന നിങ്ങളുടെ വർക്കൗട്ട്സ് എന്ന് വെച്ചാൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ കട്ടിങ്ങിനെ പറ്റി ആലോചിക്കാൻ. അല്ലെങ്കിൽ വെച്ചാൽ നിങ്ങൾ ഷ്രെഡ് ആകുമ്പോൾ ആ ഒരു പീൽഡ് ഓഫ് സ്കിന്നിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ തീരെ മസിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്മോളായി തോന്നിക്കും. നിങ്ങൾ ചിലർ പറയും ഭയങ്കര ചെറുതായിടാ. യൂഷ്വലി നാച്ചുറൽ ആകുമ്പോൾ ചെറുതാവും, പക്ഷെ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് മസിൽ മാസ് വേണം നമുക്ക്. പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ആക്കരുത് പ്രോസസ്സ്. എപ്പോൾ നോക്കിയാലും നിങ്ങൾ കോമ്പറ്റീഷൻ്റെ ആസ്പെക്റ്റിലല്ല ഞാൻ പറയണം. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് നിങ്ങൾ വേണമെന്ന് വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 to 14 വീക്സ് എന്നുള്ള ടൈം പീരീഡ് കൊടുക്കുക. ഈ 15 വീക്സ് ആയാലും കുഴപ്പമില്ല. അപ്പം സ്ലോലി, അതായത് ഓരോ വീക്ക് ആഴ്ച വെച്ച് മെല്ലെ നിങ്ങൾ കട്ട് ചെയ്ത് പോവുക. അപ്പം അതാണ്. പെട്ടെന്ന് സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മസിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബൾക്കിൽ അല്ലെങ്കിൽ ഒരു മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ഫേസിൽ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവും. എന്തായാലും ഒരു പെർസെൻറ്റേജ് കുറയും. നിങ്ങൾ അതെന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങൾ അതിനെ ഡ്രൈവ് ചെയ്യുക, അതായത് അതിനെ ടോട്ടലായിട്ട് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ടേക്ക് ഇറ്റ് സ്ലോലി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യും ആൾക്കാർ. പിന്നെ സെക്കൻഡ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ട്രെയിനിങ് ഇന്റൻസിറ്റിയിലേക്കാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഗെയിനിങ് ഫേസിൽ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തത്, ചിലവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഡെഫിസിറ്റിലേക്ക് വരുമ്പോൾ ലോ വെയിറ്റ് ഹൈ റെപ്സ് പോവും. അത് പക്ക BS ആണ്. കാരണം അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ ട്രെയിനിങ് ഇന്റൻസിറ്റി എൻ്റെ ഗെയിനിങ് ഫേസിലുള്ള അതേ ഈക്വൽ ഇന്റൻസിറ്റി ഞാൻ ഡെഫിസിറ്റയിൽ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റിമുലസും മസിലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അതിനനുസരിച്ച് തന്നെ മസിൽസും അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആവും. അപ്പോൾ ഭയങ്കരമായിട്ട് മസിൽ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്യാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യില്ല. പിന്നെ ഡെഫിസിറ്റിലേക്ക് ഭയങ്കര ഡീപ്പ് ഡൗൺ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫട്ടീഗ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വോള്യൂം ഫുൾ ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇന്റൻസിറ്റീനെ കുറയ്ക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പ്രയോറിറ്റി റിക്കവറിയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച് ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് വോള്യൂം സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പം അതാണ് സെക്കൻഡ് മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാൻ പാടാത്തത്, അതായത് കട്ട് ചെയ്യുമ്പോൾ. മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് ലോട്ട് ഓഫ് കാർഡിയോ സെഷൻസ്. അതായത് ഞാൻ പ്രിഫർ ചെയ്യുമ്പോൾ ലോ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഒരു 4 to 5 സെഷൻസ്, ഒരു 25-30 മിനിറ്റ്സ് ഈച്ച് ഒരു വീക്കിൽ. ഹൈ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഒരു 2 to 3 സെഷൻസ് മാത്രം മതി ആഴ്ചയിലാകുമ്പോൾ. അത് ഏതാണോ നിങ്ങൾ ചെയ്യണം അതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസിയാണ് ഞാൻ പറയണത്. പിന്നെ എപ്പോൾ നോക്കിയാലും കാർഡിയോ അല്ല നിങ്ങളുടെ പ്രൈമറി ഫോക്കസ്. ഡെഫിസിറ്റ് തുടങ്ങി നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ കാർഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡെഫിസിറ്റ് തുടങ്ങി നിങ്ങൾക്ക് ഒരു സ്റ്റേജ് എത്തും. ചിലപ്പോൾ ഇപ്പോഴും കാർഡിയോ ചിലപ്പോൾ പുഷ് ചെയ്യേണ്ടേ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇൻവോൾവ് ചെയ്യുക കാർഡിയോ. തീരെ കാർഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് നമ്പർ 3. കുറേ കാർഡിയോ ചെയ്യണമെങ്കിൽ യാതൊരു കാര്യമില്ല. കാരണം കുറേ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് അതുപോലെ തന്നെ ഡെഫിസിറ്റിൽ ഫാറ്റ് സ്റ്റോറേജ് കഴിഞ്ഞ പിന്നെ മസിൽസിനാണ് അവർ എടുക്കുക എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാർഡിയോ ഭയങ്കര ഫോക്കസ് ഓറിയൻറ്റഡ് ആക്കരുത് ഡെഫിസിറ്റിൽ. പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഡെഫിസിറ്റിലാകുമ്പോൾ നിങ്ങളുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷനിൽ ചിലപ്പോൾ പ്രോട്ടീൻ കുറവാകും. കാരണം ഇപ്പോൾ ഗെയിനിങ് ഫേസിലാകുമ്പോൾ പ്രോട്ടീൻ ഒരു ഏകദേശം ഒരു എക്സ്റ്റിന് വരെ കഴിച്ചാലും മീൻസ് നെസസറി എമൗണ്ട് വേണം. പക്ഷേ ഓവറോൾ കാലറീസ് നിങ്ങൾക്ക് ഉള്ളപ്പോൾ അത്ര മാറ്റർ ചെയ്യില്ല. യുൽ ഗെയിൻ മസിൽ വെൻ യു ഈറ്റ് മോർ. പക്ഷേ ഡെഫിസിറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി പ്രോട്ടീൻ ഓറിയൻറ്റഡ് ആവണം. ഓരോ മീൽസും കുറച്ചുകൂടി ഹയർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ വേണം.
പിന്നെ കോമ്പറ്റീഷനിൽ പോകുന്ന ആൾക്കാരെ നോക്കിയിട്ട് പ്രോട്ടീൻ കഴിക്കരുത്. കാരണം അവർക്ക് എന്താ വെച്ചാൽ ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്ര എമൗണ്ട് ഓഫ് ഫാറ്റ് ലൂസ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം അവർക്ക് മസിൽസ് പ്രിസർവ് ചെയ്യണം. അപ്പോൾ അവരെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റിലാവും. നിങ്ങൾക്ക് റഫ്ലി അറൗണ്ട് ഒരു 1.5 അല്ലെങ്കിൽ 1.5 to 2 അല്ലെങ്കിൽ 1.2 to 2 ഗ്രാംസിൻ്റെ ഉള്ളിൽ പെർ കെ ജിക്ക് പ്രോട്ടീൻ എടുത്താൽ കുറച്ചുകൂടി ബെറ്ററാണ് ഫോർ ലൈക്ക് മെയിൻറ്റെയിനിങ് മസിൽ ഇൻ ഡെഫിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ. എപ്പോൾ നോക്കിയാലും ഡെഫിസിറ്റിൽ കുറച്ചുകൂടി ഫോക്കസ് പ്രോട്ടീന് കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം മറ്റൊടുത്തൊരു ബാലൻസ് വേണം, കാർബ്സ് ആയാലും ഫാറ്റ്സ് ആയാലും. പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി ഒരു ഹൈ ലെവലിൽ വെക്കുക നിങ്ങളുടെ ഡയറ്റ്. നിങ്ങൾ അതിനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു ഡെഫിസിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ. പിന്നെ ഡെഫിസിറ്റിൽ ഫുഡ് ചോയ്സസ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. കാരണം നിങ്ങളുടെ ഡെഫിസിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻഡ് റിസൾട്ടായിട്ട് ഒരു സോളിഡ് ഫിസിക്ക് വേണമെങ്കിൽ നമ്മുടെ ആസ്പെക്റ്റിൽ നിന്ന് ന്യൂട്രീഷൻ വൈസ് ഒരു ലാക്കിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റും ആക്കാണ്ടിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഹോൾ ഫുഡ്സ്, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്സിനെ ചൂസ് ചെയ്യുക റദർ ദാൻ പ്രോസസ്ഡ് ഫുഡ്സ്. എങ്ങനെ പോലും നിങ്ങൾ ഡെഫിസിറ്റിൽ എന്ത് കഴിച്ചാലും നിങ്ങൾ ഫാറ്റ് ലൂസ് ആവും. പക്ഷെ മസിൽ പ്രിസർവ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് കഴിക്കുക. ലോ കാലറീസ് ആയിട്ടുള്ള ഓപ്ഷൻസിന് ചൂസ് ചെയ്യുക. അതായത് സ്വീറ്റ് ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ ഗോ ടു വാട്ടർമെലൺ, അതുപോലെ തന്നെ നോ ഷുഗർ ഡ്രിങ്ക്സ്, അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ പിന്നെ എപ്പോൾ നോക്കിയാലും ന്യൂട്രീഷൻ വൈസ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ ബർഗേഴ്സ് കഴിച്ചിട്ട് ഒരു ബർഗർ കഴിച്ചാൽ ഭയങ്കര കാലം. അപ്പോൾ അങ്ങനത്തെ ബാഡ് ചോയ്സസിനേക്കാൾ സ്ട്രിക്ട് ടു ഗുഡ് ഫുഡ് ചോയ്സസ് എന്ന് വെച്ചാൽ ഓവറോൾ നിങ്ങളുടെ ഫിസിക്കിനും അത് ബെറ്റർ ആവും. അപ്പോൾ അതാണ് നെക്സ്റ്റ് മിസ്റ്റേക്ക്. ഫുഡ് ചോയ്സസ് മാറ്റർ ലോട്ട്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ ചെയ്യണതും. അങ്ങനെ ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ളത് ഇത് ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ ഒരു ഷ്രെഡ് ചെയ്യണ ജേണി നിങ്ങൾ ബിഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് മൈൻഡ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എൻഡ് റിസൾട്ട് കിട്ടും ഇൻ ടേംസ് ഓഫ് യുവർ ഫിസിക്. അപ്പോൾ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫിസിക്കിനെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക നിങ്ങളിങ്ങനെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കാരണം അവർ ഓവർ ദി ഇയേഴ്സ് അവിടെ എത്തിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാരത്തോണാണ്, അല്ലാണ്ട് ഒരു സ്പ്രിൻ്റ് അല്ല. അപ്പോൾ എന്തായാലും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങളവിടെ എത്തുള്ളൂ. അപ്പോൾ ലേൺ ടു വെയിറ്റ്. അതാണ് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.